8th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയുടെ കെമിക്കൽ ചേഞ്ചസ് എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇതിനു മുന്നിലത്തെ ഒരു വീഡിയോയിലും കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചും കെമിക്കൽ ചേഞ്ചസ് ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ് തമ്മിലുള്ള വ്യത്യാസം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് അറിയാമോ? ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന ചാപ്റ്ററിൻ്റെ വീഡിയോസിൽ 6ാമത്തെ പാർട്ടിൽ അതിൽ നമ്മൾ വളരെ വിശദമായിട്ട് ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് തീർച്ചയായിട്ടും കാണണം. അതിൽ നമ്മൾ നന്നായി പഠിച്ചതാണ് ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും തമ്മിലുള്ള വ്യത്യാസം. എന്നാലും ഇവിടെ പഠിച്ചു തുടങ്ങാനായിട്ട് നമുക്ക് ഒന്നുകൂടെ അതിനെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് പറയാം. എന്താ അവിടെ പറഞ്ഞത്? ഒരു വസ്തുവിന് ഫിസിക്കൽ ചേഞ്ച് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റിനോ സൈസിനോ ഷേപ്പിനോ ഒക്കെ മാറ്റം വന്നിട്ടുണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് വ്യത്യാസം വരണം. ബാഹ്യമായ ഗുണങ്ങൾക്കാണ് വ്യത്യാസം വരുന്നതായി കാണുന്നതെങ്കിൽ അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. എന്തൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾ കണ്ടത്? ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണം എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ വലിപ്പം കുറച്ചു, ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞുവെങ്കിൽ എന്ത് സംഭവിച്ചു? അതിൻ്റെ ഷേപ്പ് മാറി, സൈസ് മാറി, ശരിയല്ലേ? അങ്ങനെ സംഭവിക്കുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. എന്നാൽ ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളിക്യുലാർ ഘടനയ്ക്ക് വ്യത്യാസം വരണം. അതിൻ്റെ മോളിക്യൂൾസിൻ്റെ കോമ്പോസിഷന് വ്യത്യാസം വരികയാണെങ്കിൽ അതൊരു കെമിക്കൽ ചേഞ്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? മോളിക്യൂൾസ് എന്താണെന്നൊക്കെ നമ്മൾ വിശദമായി പഠിച്ചിരുന്നു. കഴിഞ്ഞ എക്സാമിൻ്റെ പോർഷൻസിൽ അതൊക്കെ ഉണ്ടായിരുന്നതാണ്. എങ്ങനെയാണ് അതിൻ്റെ മോളിക്യൂൾസ്, ആറ്റംസ് എന്നൊക്കെ ഉള്ളത്. അപ്പം അതിൻ്റെ മോളിക്യൂൾസിന് വ്യത്യാസം വരുവാണെങ്കിലും അതാണ് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു ബോട്ടിലെടുത്ത് നമ്മളിങ്ങനെ ക്രഷ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് നമ്മൾ വലിച്ചു കീറി കളയുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ മോളിക്യൂൾസിന് വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. ഒരു കുപ്പി ഗ്ലാസ് എടുത്ത് താഴെ വീണ് പൊട്ടുന്നു, അപ്പോൾ എന്താ അതിൻ്റെ സൈസും ഷേപ്പും ഒക്കെയാണ് ചേഞ്ച് ആയത്. മോളിക്യൂൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുപ്പി ഗ്ലാസിൻ്റെ അകത്തെ മോളിക്യൂൾ എന്താണോ അത് തന്നെയാണ് ആ പൊട്ടി ചില്ലുകളായി കിടക്കുന്നതിൻ്റെ ഉള്ളിലെ മോളിക്യൂൾസും, ശരിയല്ലേ? അപ്പോൾ അത് ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ്. കെമിക്കൽ ചേഞ്ച് എന്നാൽ അതിൻ്റെ മോളിക്യൂൾസിനും വ്യത്യാസം വരണം. അതേപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ച് ആകണമെങ്കിൽ ഇതുപോലെ സൈസും ഷേപ്പും ഒക്കെ ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റേറ്റിന് വ്യത്യാസം വന്നാലും അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. എന്താണ് സ്റ്റേറ്റ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുവാണെങ്കിൽ അത് മാത്രമാണ്, ആ സ്റ്റേറ്റ് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. അതിന് എക്സാമ്പിളായി നമ്മൾ എന്താ കണ്ടത്? ഐസ് നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് ഐസിനെ തണുപ്പിച്ച് അത് എന്ത് സംഭവിക്കുക? അത് ഉരുകി വെള്ളമായി മാറുന്നു, ഐസ് വാട്ടറായി മാറുന്നു. അവിടെ എന്താ വ്യത്യാസം വന്നത്? അതിൻ്റെ ബാഹ്യമായ ആ സ്റ്റേറ്റിന് മാത്രമാണ് വ്യത്യാസം വന്നത്, ശരിയല്ലേ? ഐസ് എന്ന് പറയുന്നതിൻ്റെ മോളിക്കുലാർ ഫോർമുല H2O ആണ്. അത് സോളിഡ് സ്റ്റേറ്റിലാണെന്നേ ഉള്ളൂ. വാട്ടർ എന്ന് പറയുന്നതും H2O തന്നെയാണ്. അത് ലിക്വിഡ് സ്റ്റേറ്റിലാണെന്നേ ഉള്ളൂ. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മോളിക്യൂൾസിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വന്നോ ഐസ് വെള്ളമായി മാറിയപ്പോൾ? ഇല്ല. അതുകൊണ്ട് ഇതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇതൊക്കെ നമ്മൾ നന്നായി പഠിച്ചിരുന്നു. എന്നാൽ നമ്മൾ ഒരു പോയിന്റും കൂടെ പഠിക്കണം. ഇതേപോലെ മോളിക്യുലാർ ഘടനയ്ക്ക് വ്യത്യാസം വരുന്നില്ലെങ്കിലും മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിന് വ്യത്യാസം വരാം ഫിസിക്കൽ ചേഞ്ചിൽ. ഓക്കെ, മോളിക്യൂൾസ് അപ്പോഴും ഇപ്പോഴും H2O ആയി തന്നെ നിലനിൽക്കുമ്പോഴും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിന്, അതായത് നമ്മൾ പഠിച്ചിരുന്നല്ലോ സോളിഡ് സ്റ്റേറ്റിലുള്ളത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ, അതായത് അടുങ്ങിയാണ് സോളിഡ് സ്റ്റേറ്റിൽ അതിൻ്റെ മോളിക്യൂൾസ് ഇരുന്നിരുന്നത് എങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു, മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള സെപ്പറേഷൻ കൂടുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നല്ലോ. അതായത് വാട്ടറായി മാറുമ്പോൾ ഇത് കുറച്ചും കൂടെ അകലങ്ങളിലായിരിക്കുന്നത്, ശരിയല്ലേ? അങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. അതായത് ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിൽ മോളിക്യൂൾസിൻ്റെ കോമ്പോസിഷന് വ്യത്യാസം വരുന്നില്ല, മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിന് മാത്രം വ്യത്യാസം വരുന്നു. ഇതിന് വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ ഇരിക്കാം, പക്ഷേ സെയിം കോമ്പോസിഷനിലുള്ള മോളിക്യൂൾ ആയിക്കൊണ്ട് തന്നെ. അതായത് ഒരിക്കലും ആ മോളിക്യൂൾസ് തമ്മിലുള്ള ബോണ്ട്സ് ഒന്നും ബ്രേക്ക് ചെയ്യുന്നില്ല. ഈ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലൊരു ബോണ്ടിങ്ങിലല്ലേ ഇരിക്കുന്നത്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഓക്സിജൻ വേറെയും ഹൈഡ്രജൻ വേറെയും ഒന്നും ആയി ഒരിക്കലും പോകുന്നില്ല. മനസ്സിലായില്ലേ? അതേസമയം കെമിക്കൽ ചേഞ്ച് ആണെങ്കിൽ ഈ മോളിക്യൂളിൻ്റെ കോമ്പോസിഷന് തന്നെ വ്യത്യാസം വരുന്നു. ആ ബോണ്ട്സൊക്കെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ആറ്റംസൊക്കെ ചിലപ്പോൾ വേറെ പോയി വേറെ ഏതെങ്കിലും കോമ്പൗണ്ട്സിൻ്റെ കൂടെ ചേരുന്നു. മനസ്സിലായോ? ഈ H2O എന്നുള്ള സാധനം പിന്നെ ഉണ്ടാവില്ല. ചിലപ്പോൾ അത് ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ആയി സെപ്പറേറ്റഡ് ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു കെമിക്കൽ ചേഞ്ചാണ്. ഇനി കെമിക്കൽ ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ നോക്കാം? ഷേപ്പും സൈസും സ്റ്റേറ്റും മാത്രമൊന്നുമല്ല മാറുന്നത്. കെമിക്കൽ ചേഞ്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഏത് വസ്തുവിനാണോ ചേഞ്ച് സംഭവിച്ചത് അത് മാറി എൻറ്റയർലി ഒരു പുതിയ വസ്തുവായി മാറുന്നു.
ഏറ്റവും കണ്ണും പൂട്ടി നമുക്ക് ആദ്യമേ കെമിക്കൽ ചേഞ്ച് എന്ന് കേൾക്കുമ്പോഴേ എന്തിൻ്റെ എക്സാമ്പിൾ പറയാമെന്നറിയാമോ? ബേണിംഗ് എന്ന എക്സാമ്പിൾ പറയാം. ബേണിംഗ് അതായത് എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ കത്തിക്കുവാണ്. ബേണിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചുറ്റിനുമുള്ള ഓക്സിജനുമായി, ഇതിൻ്റെ ചുറ്റിനും അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടാവുമല്ലോ, അങ്ങനെ പ്രസൻ്റ് ആയിരിക്കുന്ന ഓക്സിജനുമായി ഈ കത്തുന്ന വസ്തു റിയാക്ട് ചെയ്യുന്നതിനെയാണ് ബേണിംഗ് എന്ന് വിളിക്കുന്നത്. അതെപ്പോഴും ഓർക്കുക. ഓക്സിജൻ്റെ പ്രസൻസിൽ മാത്രമേ ഒരു വസ്തു കത്തുകയുള്ളൂ. ഓക്സിജൻ ഇല്ലെങ്കിൽ ഒന്നും ബേൺ ചെയ്യില്ല. അപ്പോൾ ചുറ്റിനും പ്രസൻ്റ് ആയിട്ടുള്ള ഓക്സിജനുമായി എന്താണ്, ഒരു തടിക്കഷ്ണമാണ് കത്തിക്കുന്നതെങ്കിൽ ആ ഒരു വുഡ് ചുറ്റിനും പ്രസൻ്റ് ആയിരിക്കുന്ന ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് എൻറ്റയർലി ഒരു പുതിയ വസ്തു ഫോം ചെയ്യുന്നു. എന്തൊക്കെ ഫോം ചെയ്യുന്നു? കുറച്ച് ചാരമായിട്ട് ആഷസ് ഫോം ചെയ്യുന്നു, കുറച്ച് സ്മോക്ക് ഫോം ചെയ്യുന്നു. അങ്ങനെയൊക്കെ വളരെ ഡിഫറെൻ്റ് ആയ ഒരു വസ്തുവാണ് ഫോം ചെയ്യുന്നത് എങ്കിൽ അതിനെ കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം. മനസ്സിലായോ? കെമിക്കൽ ചേഞ്ചിൽ ഒരു പോയിൻറ്റും കൂടെ ശ്രദ്ധിക്കണം. നമുക്ക് ഇപ്പോൾ എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അറിയേണ്ട പോയിൻറ്റ്സ് മാത്രം നമുക്ക് അവസാനം ലിസ്റ്റ് ചെയ്ത് എഴുതാം. കെമിക്കൽ ചേഞ്ച് സംഭവിച്ച ഒരു വസ്തുവിനെ നമുക്ക് ഒരിക്കലും ബാക്ക് ടു അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ കഴിയില്ല. അങ്ങനെ ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്. ഫിസിക്കൽ ചേഞ്ച് സംഭവിച്ച ഒരു വസ്തുവിനെ നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ തിരിച്ചതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കാരണം അതിൻ്റെ ജസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. മോളിക്കുലർ ഘടനയ്ക്ക് വ്യത്യാസം വന്നില്ലായിരുന്നു അവിടെ. ഐസ് വെള്ളമായി മാറിക്കഴിഞ്ഞാൽ വെള്ളത്തിന് നമുക്ക് വീണ്ടും ഐസാക്കി മാറ്റാൻ കഴിയില്ലേ? അതേപോലെ തന്നെ. പക്ഷേ ഇവിടെ കെമിക്കൽ ചേഞ്ചസിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഒരിക്കലും കത്തി കുറച്ച് ചാരവും സ്മോക്കുമായി മാറിയ ഒരു തടിക്കഷ്ണത്തിനെ നമുക്ക് തിരിച്ച് തടിക്കഷ്ണമാക്കി മാറ്റാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് കെമിക്കൽ ചേഞ്ച് ഇറിവേഴ്സിബിൾ ആണെന്ന് പറയാം. തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് പഠിച്ച പോയിൻറ്റ്സ് ഇവിടെ ഒന്ന് ബ്രീഫ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ആദ്യം പഠിച്ചത്? ഫിസിക്കൽ ചേഞ്ചിൽ നോ ചേഞ്ച് ഇൻ മോളിക്കുലർ കോമ്പോസിഷൻ. ഓക്കെ. കെമിക്കൽ ചേഞ്ചിലാണെങ്കിലോ മോളിക്കുലർ കോമ്പോസിഷന് വ്യത്യാസം വരുന്നുണ്ട്. ചേഞ്ചിന് ശേഷം, കെമിക്കൽ ചേഞ്ച് സംഭവിച്ചതിന് ശേഷം ആ ചേഞ്ച് സംഭവിച്ച കോമ്പൗണ്ടിൽ നിന്ന് വിട്ടുപോയി ആറ്റംസ് മറ്റു കോമ്പൗണ്ട്സിലേക്കൊക്കെ പോയി ചേർന്നേക്കാം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇനി ഫിസിക്കൽ ചേഞ്ച് റിവേഴ്സിബിൾ ആണോ എന്ന് കണ്ടു. ഐസിനെ വെള്ളമാക്കുന്നു, വെള്ളത്തിനെ തിരിച്ച് ഐസാക്കാനും സാധിക്കുന്നു. എന്നാൽ കെമിക്കൽ ചേഞ്ചിൽ പുതിയ ഒരു സബ്സ്റ്റൻസ് ഫോമായി വരികയാണ് ചെയ്യുന്നത്. അതിനെ നമുക്ക് തിരിച്ച് ആക്കാൻ കഴിയില്ല. തിരിച്ച് വേറെ മറ്റൊരു കെമിക്കൽ ചേഞ്ച് സംഭവിപ്പിച്ച് നമുക്ക് വേണമെങ്കിൽ ആക്കാൻ കഴിയുന്ന കേസുകളും ഉണ്ട്. എന്നാലും ജനറലി നമുക്ക് പറയാൻ കഴിയും അതിനെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇറിവേഴ്സിബിൾ ആണ്. ഇനി റിവേഴ്സിബിൾ ആയതുകൊണ്ട് തന്നെ, അതായത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നതിന് നമുക്കൊരു ടെമ്പററി ചേഞ്ച് ആണെന്ന് പറയാം. എന്നാൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് കെമിക്കൽ ചേഞ്ച് ഒരു പെർമനൻറ്റ് ചേഞ്ച് ആണോ എന്നും പറയാം. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫിസിക്കൽ ചേഞ്ചിൻ്റെയും കെമിക്കൽ ചേഞ്ചിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് എന്ന് പറയുമ്പം വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, വലിയ നമുക്ക് പരിചയമില്ലാത്ത കെമിക്കൽസിനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമല്ല. ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് നമുക്ക് ഫിസിക്കൽ ചേഞ്ചസിൽ കൺസിഡർ ചെയ്യാവുന്നത് നമ്മൾ പഠിച്ചതുപോലെ തന്നെ കട്ടിങ് ഓഫ് എ പേപ്പർ. ഒരു പേപ്പർ എടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നു. പേപ്പറിൻ്റെ മോളിക്കുലർ ലെവലിൽ വ്യത്യാസം വന്നോ? ഇല്ല. അതുകൊണ്ട് പേപ്പറോ ക്ലോത്തോ എന്തെങ്കിലും കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ്. അടുത്ത ഫിസിക്കൽ ചേഞ്ച് മെൽറ്റിംഗ് ഓഫ് ഐസ്. ഇതേപോലെ മെൽറ്റിംഗ് ഓഫ് ഐസ്, അതല്ലെങ്കിൽ വാട്ടർ വേപ്പറൈസ് ആവുന്നത്, വാട്ടർ ഫ്രീസ് ആവുന്നത്, അതെല്ലാം ഫിസിക്കൽ ചേഞ്ചിൽ പറയാം. കാരണം അതിനെയൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക്, ഇപ്പോൾ ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആയിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ച് ഐസാക്കി മാറ്റാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് സാൻഡും കുറച്ച് മണലും കുറച്ച് ഉപ്പും കൂടെ, സാൻഡും സോൾട്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കും. മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കാഴ്ചയിൽ അതിനൊരു വ്യത്യാസം വന്നതായിട്ട് തോന്നിയേക്കാം. പക്ഷേ അവിടെ എന്തെങ്കിലും മോളിക്കുലർ ലെവലിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല. സോൾട്ടിൻ്റെ മോളിക്യൂൾസൊക്കെ അപ്പോഴും സോൾട്ട് പോലെ തന്നെ ഇരിക്കുന്നു, സാൻഡിൻ്റെ ഇത് സാൻഡ് പോലെ തന്നെ ഇരിക്കുന്നു. ജസ്റ്റ് ഫിസിക്കലി അതൊന്ന് മിക്സ് ചെയ്തു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അതും ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ്. അത് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഓഫ് എ ബോട്ടിൽ. ഒരു കുപ്പി താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അതിന് ഫിസിക്കൽ ചേഞ്ച് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. നമ്മൾ കണ്ടതാണ്. ഇതൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നതെങ്കിൽ എന്തൊക്കെയാണ് കെമിക്കൽ ചേഞ്ചസ്? ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് തന്നെ ബേണിംഗ് ഓഫ് വുഡ് കത്തുന്നത് നമ്മളത് കണ്ടതാണ്. അതും കെമിക്കൽ ചേഞ്ച് ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അടുത്ത എക്സാമ്പിൾ നോക്കൂ, റോട്ടിംഗ് ഓഫ് എ ഫ്രൂട്ട്. ഒരു പഴം പഴുത്ത് ചീഞ്ഞളിഞ്ഞു പോവുകയാണെന്ന് വിചാരിക്കൂ.
അതൊരു കെമിക്കൽ ചേഞ്ചാണ് ആ പഴത്തിന് സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നന്നായി പഴുത്ത് ചീഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം, ആ ഒരു ഫ്രൂട്ടിനകത്തുണ്ടായിരുന്ന എന്തെങ്കിലും പ്രോട്ടീൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മോളിക്കുലാർ ലെവലിൽ കെമിക്കൽ ചേഞ്ച് സംഭവിച്ചു. രണ്ടാമത്തെ കാര്യം, അതിനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് പഴയ രൂപത്തിലേക്ക് ഒരിക്കലും കൊണ്ടുവരാനും സാധിക്കില്ല. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, റോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുകി പോവുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു ഫ്രൂട്ട് റോട്ടായി പോയി എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ ചേഞ്ച് തന്നെയാണ്. അടുത്ത എക്സാമ്പിൾ, റസ്റ്റിംഗ് ഓഫ് അയൺ. അതായത് ഇരുമ്പ് തുരുമ്പെടുത്ത് പോവില്ലേ, തുരുമ്പായി പോവുക എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ചാണ്. എന്തുകൊണ്ടാണ് തുരുമ്പായി പോകുന്നത്? അയൺ ചുറ്റിനുമുള്ള ഓക്സിജനുമായി നടത്തുന്ന ഒരു റിയാക്ഷനാണ് ഈ തുരുമ്പ് ആവുക എന്ന് പറയുന്നത്. അയൺ ചുറ്റിനുമുള്ള ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് അയൺ ഓക്സൈഡായി മാറുന്നതിനെയാണ് നമ്മൾ തുരുമ്പായി എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ കാണുന്നത്. അതുകൊണ്ട് റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത്, അതിൻ്റെയൊക്കെ ഇക്വേഷൻ നമ്മൾക്ക് ഇനി പോകെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കി വയ്ക്കുക, അയൺ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് അയൺ ഓക്സൈഡ് ഫോം ചെയ്യുന്നതിനെയാണ് തുരുമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് റസ്റ്റിംഗ് ഓഫ് അയൺ, തുരുമ്പെടുക്കുക എന്നുള്ളതിന് റസ്റ്റിംഗ് എന്ന് പറയുന്നു. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ചാണ്. ഇനി ഒരു കാര്യം നോക്കുക, നമ്മൾ അടുക്കളയിൽ സംഭവിക്കുന്ന, കുക്കിങ്ങിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന മിക്ക കാര്യങ്ങളും എല്ലാം തന്നെ എന്ന് പറയാം കെമിക്കൽ ചേഞ്ചുകളാണ്. നമുക്ക് നോക്കാം, സോറിങ് ഓഫ് മിൽക്ക്. അതായത് പാല് പിരിഞ്ഞു പോവില്ലേ, കുറേ നേരം പുറത്തിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നാരങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോവില്ലേ, അങ്ങനെ പാല് പിരിഞ്ഞു പോകുന്നത് ഒരു കെമിക്കൽ ചേഞ്ചാണ്. എന്തുകൊണ്ടാണ്? പാലിൻ്റെ ഉള്ളിൽ ലാക്ടോസ് എന്ന ഒരു ഷുഗർ പ്രസൻ്റ് ആണ്. അത് റിയാക്ഷൻ സംഭവിച്ച് ലാക്റ്റിക് ആസിഡായി മാറുന്നതിനെയാണ് പാല് പിരിയുക എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് സോറിങ് ഓഫ് മിൽക്ക് അഥവാ പാല് പിരിഞ്ഞു പോവുക എന്നുള്ളത് ഒരു കെമിക്കൽ ചേഞ്ചാണെന്ന് മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ അല്ല, ഇനി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. കേക്ക് ബേക്ക് ചെയ്യുമല്ലോ, കേക്ക് ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മൈക്രോവേവ് ഓവനിൽ വെച്ച് കേക്ക് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഒത്തിരി കെമിക്കൽ ചേഞ്ചസ് അതിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ബേക്കിംഗ് സോഡ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ബേക്കിങ്ങിന് മുമ്പ് ആ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. ആ ബേക്കിംഗ് സോഡ ഹീറ്റായി അതിന് ചൂട് പിടിച്ച് കഴിയുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നത്. അങ്ങനെയാണ് ഈ കേക്കൊക്കെ പൊങ്ങി വന്ന് നല്ല ഫ്ലഫി ആയി മാറുന്നത്. അതുകൊണ്ട് ഒരു പുതിയ സബ്സ്റ്റൻസ് ആയ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ റിലീസായി വന്നില്ലേ? അതേപോലെ തന്നെ ബേക്ക് ചെയ്തതിന് ശേഷമുള്ള ആ കേക്കിനെ നമുക്ക് ബേക്ക് ചെയ്തതിന് മുമ്പുള്ള ആ ബാറ്ററാക്കി, ആ മാവാക്കി പിന്നെ മാറ്റാൻ കഴിയുമോ? ഒരിക്കലും അതിനെ റിവേഴ്സ് ചെയ്തെടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ബേക്കിംഗ് ഓഫ് കേക്ക് എന്ന് പറയുന്നതും നമുക്ക് കെമിക്കൽ ചേഞ്ചിൽ പറയാം. അതേപോലെ തന്നെ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക, അവിടെയും ഇതേപോലെ തന്നെ അതിൻ്റെ മോളിക്കുലാർ ലെവലിൽ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മുട്ട പുഴുങ്ങുക, ഒരു എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോഴും അതിൻ്റെ പ്രോട്ടീൻസൊക്കെ കൊയാഗുലേറ്റ് ചെയ്ത് അവിടെയും ഒത്തിരി കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയെന്നുള്ളൂ. കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് എഴുതാൻ സാധിക്കണം. എന്നാൽ അടുത്ത പോയിന്റ് നോക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കേസിലും, ഇത് നമ്മൾ ഒത്തിരി എക്സാമ്പിൾസ് കണ്ടു, നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് ഊഹിച്ചെടുക്കാൻ കഴിയുന്നത്. എന്നാൽ ചിലപ്പം പ്രത്യക്ഷത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കേസിലും ഒന്നും അത്ര സിമ്പിളായിട്ട് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ എന്ന് പറയാൻ സാധിച്ചു എന്ന് വരില്ല. ഒരു കേസ് നോക്കൂ. ഒന്നാമതേ, നമ്മൾ ഷുഗറും വാട്ടറും തമ്മിൽ മിക്സ് ചെയ്യുവാണെന്ന് വിചാരിക്കും. അപ്പോൾ ഷുഗർ വെള്ളത്തിൽ ഡിസോൾവായി അലിഞ്ഞു ചേരുന്നില്ലേ? അത് ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ്. അവിടെ കെമിക്കൽ പ്രോപ്പർട്ടീസിന് വ്യത്യാസം വരുന്നില്ല. അതിൻ്റെ ഉള്ളിലെ ഷുഗർ മോളിക്യൂൾസ്, ആ പഞ്ചസാര വെള്ളത്തിൻ്റെ ഉള്ളിലെ ഷുഗർ മോളിക്യൂൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് ഷുഗറായി തന്നെയാണ് ഇരിക്കുന്നത്. അതിന് മോളിക്കുലാർ ലെവലിൽ വ്യത്യാസം വരുന്നില്ല. എന്നാൽ സോൾട്ടും വാട്ടറും കൂടെയാണ് നമ്മൾ ഇതേപോലെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഡിസോൾവ് ചെയ്യിക്കുന്നതെങ്കിൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ആ സോൾട്ടിൻ്റെ അകത്തെ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ആകുന്നു. സോൾട്ട് എന്നാൽ NaCl ആണെന്ന് അറിയാമല്ലോ. സോഡിയം ക്ലോറൈഡിനെയാണ് നമ്മളുടെ ഉപ്പ് എന്ന് പറയുന്നത്. ഇത് സോഡിയം അയോണായിട്ടും ക്ലോറൈഡ് അയോണായിട്ടും സ്പ്ലിറ്റായി മാറുന്നുണ്ട്. അതുകൊണ്ട് സോൾട്ടും വാട്ടറും കൂടെ മിക്സ് ചെയ്യുക എന്നുള്ളത് ഒരു കെമിക്കൽ ചേഞ്ചിൻ്റെ അണ്ടറിൽ വരും. മനസ്സിലായോ? ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് എല്ലാം ഒന്നും കണ്ണും പൂട്ടി പറയാനായി സാധിക്കില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പലതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു വയ്ക്കുക. എന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും കെമിക്കൽ ചേഞ്ചസിനെ മനസ്സിലാക്കാനായി ചെറിയ ചെറിയ കുറച്ച് ഇൻഡിക്കേഷൻസ് ഉണ്ട്. കുറച്ച് അടയാളങ്ങൾ നോക്കി നമുക്ക് കെമിക്കൽ ചേഞ്ച് ആണോ എന്ന് പറയാനായി സാധിക്കും. അതെന്താണെന്ന് അറിയാമോ? ഒന്നാമത്, കെമിക്കൽ ചേഞ്ച് ആണ് സംഭവിക്കുന്നതെങ്കിൽ മിക്കവാറും കേസുകളിലൊക്കെ എന്നേ പറയാൻ കഴിയുള്ളൂ, മിക്കവാറും ഒക്കെ ഒരു ഗ്യാസ് റിലീസായേക്കാം. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്യാസ് റിലീസായേക്കാം കെമിക്കൽ ചേഞ്ചിൽ.
ഓക്കെ, പിന്നെ ഒരു അടയാളം നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഓർഡർ വന്നേക്കാം. അതായത് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു സ്മെല്ല്, ഒരു മണം, എന്തെങ്കിലും ഒരു പ്രത്യേകതരം മണം അതിൽ നിന്ന് വന്നേക്കാം. കെമിക്കൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്യാസ് റിലീസായേക്കാം, അല്ലെങ്കിൽ ഒരു ഓർഡർ ഉണ്ടായേക്കാം. ചിലപ്പോൾ ഒരു നല്ല മണം അല്ലെങ്കിൽ ഒരു മോശം മണം എന്തെങ്കിലും ഉണ്ടായേക്കാം. ഇനി കളറിന് വ്യത്യാസം വന്നേക്കാം. ചേഞ്ചിന് മുമ്പുള്ള കളറല്ല, അതിനുശേഷം കളറിന് വ്യത്യാസം വന്നേക്കാം. ഇനി ചിലപ്പോൾ എന്തെങ്കിലും സൗണ്ടൊക്കെ പ്രൊഡ്യൂസ് ആയേക്കാം. നമ്മൾ കെമിസ്ട്രി ലാബിൽ പോയി ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ എക്സാമ്പിൾ കാണുമേ. അതല്ലെങ്കിൽ ചില കേസുകളിൽ എന്തെങ്കിലും ബബിൾസൊക്കെ പ്രൊഡ്യൂസ് ആയേക്കാം, കുമിളകൾ പോലെ പൊങ്ങി വന്നേക്കാം. അതും അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായേക്കാം. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ പിരിവിരാന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഒരു പത പോലെയോ അല്ലെങ്കിൽ പൊടി പോലെയോ ഒക്കെ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ റിയാക്ഷനിൽ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ അതൊരു കെമിക്കൽ ചേഞ്ച് ആണെന്ന് മനസ്സിലാക്കാം. ഇതെല്ലാം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര ഒന്നും വിശദമായിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്കതൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ വെറുതെ കേട്ടിരുന്നൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ നിൽക്കും, പിന്നെ പ്രത്യേകമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റി, ഒരു എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. എന്താണ് ആ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്? 2 ബീക്കർ എടുക്കുക. ഒന്നാമത്തെ ബീക്കർ, രണ്ടാമത്തെ ബീക്കർ. ഇതിൽ രണ്ടിലും 1/4 ഭാഗം വെള്ളം നിറയ്ക്കുക. അതിനുശേഷം ആദ്യത്തെ ബീക്കറിലേക്ക് സോഡിയം എന്ന മെറ്റൽ, Na എന്നാണ് അതിൻ്റെ സിമ്പൽ. ഓക്കെ, സോഡിയം എന്ന് വിളിക്കുന്നു, Na എന്ന സിമ്പൽ. ഈ സോഡിയം മെറ്റലിൻ്റെ ഒരു കുഞ്ഞ് പീസിനെ എടുത്ത് ഈ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇടുക. കണ്ടോ, സോഡിയം മെറ്റലിൻ്റെ ഒരു കുഞ്ഞ് പീസ് എടുത്തു ഞാൻ ഈ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു എന്ന് വിചാരിക്കാം. സോഡിയം മെറ്റലും വാട്ടറും കൂടെ ഉള്ള ഒരു കെമിക്കൽ ചേഞ്ച് നമ്മൾ സംഭവിപ്പിക്കാൻ പോവുകയാണ് ഈ ബീക്കറിനകത്ത്. സോഡിയം മെറ്റലിനെ വെള്ളത്തിലിട്ടപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? സോഡിയം മെറ്റൽ വെള്ളവുമായി വിഗറസായി റിയാക്ട് ചെയ്യുന്നു എന്ന് പറയാം. വിഗറസ്ലി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, ഏറ്റവും പെട്ടെന്ന് തന്നെ വളരെ ഉശിരോട് കൂടി ഈ സോഡിയം മെറ്റൽ വെള്ളത്തിൽ റിയാക്ട് ചെയ്യുന്നു. സോഡിയത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ 1-2 കാര്യങ്ങളും കൂടെ സോഡിയത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? സോഡിയം വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റലാണ്. സോഡിയം ഒരു മെറ്റലാണെന്ന് മനസ്സിലാക്കണം. അത് വളരെ റിയാക്റ്റീവാണ്. അതായത് വെറുതെ നമ്മളുടെ എയറിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് പോലെ വരും. അത് ഓക്സിജനുമായി റിയാക്ട് ചെയ്തൊരു കോട്ടിങ് ഫോം ചെയ്യുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് സോഡിയം വെള്ളവുമായും ഇതേപോലെ വെള്ളത്തിൽ വീഴേണ്ട താമസം അത് റിയാക്ട് ചെയ്ത് തുടങ്ങും. എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ സോഡിയത്തിനെ വെറുതെ എയറിൽ വെക്കാനോ ഒരു കുപ്പിക്കകത്ത് അടച്ചു വെക്കാനോ ഒന്നും സാധിക്കില്ല. സോഡിയത്തിനെ നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് കെറസിനിലിട്ടാണ്, മണ്ണെണ്ണയിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നില്ല. എന്നാൽ അതിൽ നിന്ന് പുറത്തെടുത്ത ഉടനെ തന്നെ സോഡിയം റിയാക്ട് ചെയ്യാനായി തുടങ്ങും. അതുകൊണ്ട് തന്നെ സോഡിയം വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഹൈലി ആക്റ്റീവ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ സോഡിയത്തിൻ്റെ ഡെൻസിറ്റി വെള്ളത്തിനേക്കാളും വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ സോഡിയം താഴ്ന്നു പോകുന്നതായിട്ട് വരച്ചിട്ടില്ല. കണ്ടോ, സോഡിയം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുന്നതായിട്ടാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരുന്നു എങ്ങനെയാണ് ഒരു സാധനം ഫ്ലോട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് സിങ്ക് ചെയ്ത് മുങ്ങിപ്പോകുന്നത്. വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ ഒരു വസ്തുവാണെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു, വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണെങ്കിലാണ് അത് മുങ്ങിപ്പോകുന്നത്. എന്നാൽ സോഡിയത്തിൻ്റെ ഡെൻസിറ്റി വെള്ളത്തിനേക്കാളും വളരെ കുറവാണ്. അതുകൊണ്ട് സോഡിയം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നു, ഫ്ലോട്ട് ചെയ്യുന്നു. ഇനി ഈ സോഡിയം വെള്ളത്തിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് അത് റിലീസ് ചെയ്യുന്നുണ്ട്. അതായത് ഭയങ്കരമായൊരു ചൂട് അത് പുറന്തള്ളുന്നു ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ. ഈ ഭയങ്കരമായൊരു ഹീറ്റിൽ, വിഗറസ് ആയ റിയാക്ഷനിൽ വളരെയധികം ചൂട് ഈ ഒരു റിയാക്ഷനിൽ നിന്ന് പുറത്ത് വരുന്ന കാരണം ആ ചൂടിൽ തന്നെ ഈ സോഡിയം മെൽറ്റാകാൻ തുടങ്ങുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന നിമിഷം തന്നെ വളരെ റാപ്പിഡായൊരു റിയാക്ഷൻ ഇവ തമ്മിൽ നടക്കുന്നു. ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസാവുന്നു, വളരെയധികം ഒരു ചൂട് റിലീസാവുന്നു. ആ ചൂടിൽ ഈ സോഡിയം മെറ്റൽ ഉരുകാനും തുടങ്ങുന്നു. ഇതിങ്ങനെ ഒരു സ്ഥലത്ത് നിന്നല്ല റിയാക്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ പരക്കം പാഞ്ഞ് വെള്ളത്തിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തിയിൽ പരക്കം പാഞ്ഞ് നടന്ന് പെട്ടെന്ന് അത് റിയാക്ട് ചെയ്ത് തീരും. അതായത് പിന്നെ ആ സോഡിയം മെറ്റൽ അവിടെ ഉണ്ടാവില്ല. അതിങ്ങനെ ഓടി നടന്ന് റിയാക്ട് ചെയ്ത് ആ ചൂടിൽ ഇത് സ്വയം അങ്ങ് ഉരുകി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് സോഡിയം വെള്ളവും തമ്മിൽ റിയാക്ഷൻ നടക്കുന്നത്. അതായത് ഫിസിക്കലി നമ്മൾ സോഡിയം വെള്ളത്തിലിട്ടിട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി കെമിക്കലി ഈ റിയാക്ഷനിൽ എന്ത് സംഭവിക്കുന്നു? സോഡിയവും വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ NaOH എന്നൊരു കെമിക്കൽ ഉണ്ടാവുന്നു. പിന്നെ H2 എന്നാൽ എന്താണ്? ഹൈഡ്രജൻ. അത് ഗ്യാസാണ്. H2 എന്ന ഗ്യാസ് ഉണ്ടാവുന്നു. NaOH അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് വായിക്കണം. എങ്ങനെ വായിക്കണം? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡും
ഹൈഡ്രജനും അവിടെ ഫോം ആകുന്നു. അതായത് ഈ സോഡിയം വെള്ളത്തിൽ ഇങ്ങനെ ഓടി നടന്ന് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ എന്ന ഒരു ഗ്യാസും റിലീസ് ആവുന്നുണ്ട്. അതേപോലെ NaOH എന്നുള്ളൊരു ആൽക്കലി, ഇതൊരു ആൽക്കലിയാണ്. ഓക്കെ, NaOH എന്നുള്ളൊരു ആൽക്കലിയും റിലീസ് ആവുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത്? NaOH എന്ന ആൽക്കലി റിലീസായി ഈ വെള്ളത്തിലേക്കാണ് വീഴുന്നത്. ഓക്കെ, ആ വെള്ളത്തിലേക്ക് പോകുമ്പോൾ അത് വെള്ളത്തിൽ ഡിസോൾവ് ആകും, വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് അത് വെള്ളത്തിലേക്ക് അങ്ങ് ഡിസോൾവ് ആയി ചേർന്ന് പോകുന്നു. ഈ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടല്ലോ, ഈ ഗ്യാസ് അമിതമായി ഫോം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ സോഡിയം ഇങ്ങനെ ഒരിടത്ത് നിന്ന് കത്തിത്തീരാതെ ഇതിങ്ങനെ വിഗറസ്ലി വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതായി നമുക്ക് തോന്നുന്നത്. അത് ഹൈഡ്രജൻ അമിതമായി പ്രൊഡ്യൂസ് ആവുന്നത് കൊണ്ടാണ്. മനസ്സിലായല്ലോ? ഇതിൽ നിന്ന് ഒത്തിരി ഹീറ്റും റിലീസ് ആവുന്നുണ്ട്. ഇങ്ങനെ വളരെയധികം ഹീറ്റ് റിലീസായി പലപ്പോഴും ഈ സോഡിയം കത്തിപ്പിടിക്കാറുമുണ്ട്. ഇതിൻ്റെ വാൾസിൽ ചെന്ന് ഇടിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഈ സോഡിയം വളരെ പെട്ടെന്ന് കത്തിത്തീരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇൻഫാക്റ്റ് സോഡിയം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കത്തിത്തീരുമെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സോഡിയം റിയാക്ട് ചെയ്ത് തീർന്നതിന് ശേഷം ഫിനോഫ്തിലിൻ എന്ന ഒരു കെമിക്കൽ, ഫിനോഫ്തിലിനെ നമുക്ക് PH എന്ന ഒരു ഷോർട്ട് ഹാൻഡിൽ ഫിനോഫ്തിലിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഫിനോഫ്തിലിനെ നമ്മൾ ഈ 2 ബീക്കറിലേക്കും ആഡ് ചെയ്യുന്നു. അതാണ് നമ്മളോട് രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു പിങ്ക് കളറായി മാറുന്നു. എന്നാൽ ഇവിടെ എന്താ, ഇവിടെ നമ്മൾ സോഡിയം ഒന്നും ഇട്ടിട്ടില്ല, ഇതിപ്പോൾ പ്ലെയിൻ വാട്ടറായിട്ടായിരിക്കുന്നത്. അതിൻ്റെ കളറിന് ചേഞ്ച് ഒന്നും വരുന്നില്ല, അതങ്ങനെ തന്നെ ഇരിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതായത് ഇവിടെ വെള്ളത്തിലില്ലാത്ത എന്തോ ഒരു സംഭവം ഇവിടെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എന്താണ് ആ സംഭവം? ഈ ബീക്കറിൽ കുറച്ച് മുമ്പ് നമ്മൾ സോഡിയം ആഡ് ചെയ്തതല്ലേ, അതിൻ്റെ പ്രോഡക്റ്റായി എന്തൊക്കെയാണ് ഉണ്ടായത്? ഈ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടായി. ഹൈഡ്രജൻ ഗ്യാസ് ആയിരുന്നതുകൊണ്ട് അത് വായുവിലേക്ക് അലിഞ്ഞു ചേർന്ന് പോയി. സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ കണ്ടിരുന്നു, അത് ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേർന്നു എന്ന് കണ്ടു. അതായത് ഈ വെള്ളം ഇപ്പോൾ വെറുതെ H2O അല്ല, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഒരു ഡൈല്യൂട്ടഡ് സൊല്യൂഷനാണ്. സോഡിയം ഹൈഡ്രോക്സൈഡും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കിട്ടിയ ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സൊല്യൂഷൻ. അപ്പോൾ ഈ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷനിലേക്കാണ് നമ്മളിപ്പോൾ ഫിനോഫ്തിലിൻ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലിയാണ്. ആൽക്കലിയിലേക്ക് ഫിനോഫ്തിലിൻ ആഡ് ചെയ്ത് അത് പിങ്ക് കളറായി മാറും എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം എനിക്ക് ഷുവർട്ടി ഇല്ല, ആസിഡ് ആൽക്കലി ബേസസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന ആൽക്കലി ഫോം ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മുന്നേ ആൽക്കലി എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലിയാണ്. അതിൻ്റെ പ്രസൻസ് ഈ വെള്ളത്തിലുള്ളത് കൊണ്ടാണ് ഫിനോഫ്തിലിൻ ആഡ് ചെയ്തപ്പോൾ അത് പിങ്ക് കളറായി മാറിയത് എന്ന് മനസ്സിലാക്കുക. ഫിനോഫ്തിലിൻ ഒരു പ്രത്യേകതയുണ്ട്, ആൽക്കലിയിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് പിങ്ക് കളറാകും, ആസിഡിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിന് കളർ ചേഞ്ച് സംഭവിക്കില്ല. ആസിഡും ആൽക്കലിയും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതറിയാമായിരിക്കാം. എന്നാൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഇത്ര മാത്രം മനസ്സിലാക്കുക, ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു, ഫിനോഫ്തിലിൻ ആഡ് ചെയ്തു, പിങ്ക് കളറായി. ഇങ്ങനെ മാത്രം മനസ്സിലാക്കുക. ഇവിടെ ബാലൻസ് ചെയ്ത കെമിക്കൽ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ബാലൻസ് ചെയ്യാൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബാലൻസ് ചെയ്ത കെമിക്കൽ ഇക്വേഷൻ ഇവിടെ എഴുതിയത്. നമുക്ക് വേണമെങ്കിൽ ഇത് ബാലൻസ് ചെയ്യാൻ ഇപ്പോൾ പഠിക്കാം. സോഡിയം പ്ലസ് H2O ഗിവിങ് NaOH പ്ലസ് H2. അവിടെ നോക്കൂ, നമ്മൾ നേരത്തെ എഴുതിയ പോലെ ടേബിളൊക്കെ വരച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് അതില്ലാതെ പറയുന്നേ ഉള്ളൂ. സോഡിയം ഇവിടെയും ഒരു ആറ്റമേ ഉള്ളൂ, അവിടെയും ഒരു ആറ്റമേ ഉള്ളൂ, അത് ഓക്കെയാണ്. ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ, അവിടെയും ഒരു ഓക്സിജനേ ഉള്ളൂ. എന്നാൽ ഹൈഡ്രജൻ ഇവിടെ 2 ഉണ്ട്, അവിടെ 3 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ട്, ശരിയല്ലേ? അതുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഹൈഡ്രജനെ 2 സൈഡിലും 4 ആക്കുന്നു. അതായത് ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുന്നു, ഇവിടെയും ഒരു 2 കൊടുക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ എന്തായി? ഇവിടെ 4 ആറ്റംസ് ഓഫ് ഹൈഡ്രജനായി, അവിടെയും 2 + 2 4 ആറ്റംസ് ഓഫ് ഹൈഡ്രജനായി. ഈ 2 ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് വേറൊരു വ്യത്യാസം ഉണ്ടായി. സോഡിയം എന്നുള്ളത് ഇവിടെ 2 ആറ്റമായി, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 ആക്കണ്ടേ? അതിനുവേണ്ടി ഇവിടെയും ഒരു 2 ആഡ് ചെയ്തു. പിന്നെയും ഒരു വ്യത്യാസം ഉണ്ടായി. ഈ 2 ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഓക്സിജനും 2 ആറ്റംസ് ആയി. പക്ഷേ ഈ 2 ഇവിടെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തുകൊണ്ട് ഓക്സിജൻ ഇവിടെ ഓൾറെഡി 2 ആറ്റംസ് തന്നെയായി. അതുകൊണ്ട് എല്ലാ എലമെൻറ്റ്സും നോക്കൂ, എല്ലാ എലമെൻറ്റ്സും ഇപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷനായി.